മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ അറബിയിൽ ഇൻസാൻ എന്നാണ് പറയാറുള്ളത്. ആ ഇൻസാൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് അന്വേഷണ വിധേയമാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ ഇണങ്ങാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നാണ്. ഉൻസ് എന്ന പദത്തിൽ നിന്നാണ് ഇൻസാൻ എന്ന പദമുണ്ടായിട്ടുള്ളത്. മനുഷ്യൻ ഇണങ്ങാൻ ആഗ്രഹിക്കുകയും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും ബന്ധങ്ങളിൽ ഏർപ്പെടുവാനും ആ ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച് അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവനാണ് മനുഷ്യൻ എന്നതുകൊണ്ടാണ് അറബിയിൽ മനുഷ്യന് ഇൻസാന് എന്ന് പറയാറുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബന്ധങ്ങൾ അത് പല രൂപത്തിലാണ്. കുടുംബ ബന്ധമുണ്ട്, സൗഹൃദ ബന്ധമുണ്ട്, ആദർശ ബന്ധമുണ്ട്. സാമ്പത്തികമായി നമ്മൾ ഇടപാടുകൾ നടത്തുമ്പോൾ അവരോട് ഒരു സാമ്പത്തികമായ ഒരു ബന്ധം നമുക്കുണ്ടാകും. എന്നാൽ ഈ പറഞ്ഞ ബന്ധങ്ങളിൽ, ഈ പറയപ്പെട്ട ബന്ധങ്ങളിൽ ഏറെ ആസ്വാദനം നൽകുന്നതും നമുക്കേറെ സമാധാനം നൽകുന്നതും നമ്മൾ എപ്പോഴും ഈ ബന്ധമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നതും ആദർശ ബന്ധമാണ്. ആദർശ ബന്ധമാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്നത് എന്നാണ്. അതുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബിലാൽ റളിയല്ലാഹു അൻഹുവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ സാധിക്കും, ആദർശ ബന്ധമാണ് അവരെ ഒന്നിപ്പിച്ചത് എന്നാണ്. എത്യോപ്യക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കറുത്തവനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട ഒരു സഹാബികളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ സഹാബാക്കളുടെയും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്രയും ചരിത്രത്തിൽ എവിടെയും കാണാത്ത വിധം സാഹോദര്യത്തിന്റെ അതുല്യമായ മാതൃക അവർ ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുത്തത് അത് ആദർശ ബന്ധത്തിലൂടെയാണ്. അൻസാരികളെ സംബന്ധിച്ചിടത്തോളം മുഹാജിറുകൾ അവരുടെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സമ്പത്തും കുടുംബവും അവർ എന്തൊക്കെയാണോ ഒരു കാലം നേടിയെടുത്തത് അതെല്ലാം ഒഴിവാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയപ്പോൾ ഇരു കൈകൾ കൊണ്ടും അവർ സ്വീകരിച്ചത് സഹാബാക്കളാണ്, അൻസാരികളാണ്. എന്തിനാണ് അൻസാരികൾ അത്രയും കഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ പോലും കൊടുക്കണം, എന്തിനു വേണ്ടി അവർ നയിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കച്ചവടത്തിന്റെ ഒരു വിഹിതം മുഹാജിറുകൾക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതാണ് ആദർശ ബന്ധത്തിന്റെ പവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മൾ ജീവിതത്തിന്റെ തിരക്കിൽപ്പെട്ട് ആദർശ ബന്ധത്തിനോ കുടുംബ ബന്ധത്തിനോ സാമൂഹികമായ ഇടപെടലിനോ യാതൊരു സമയവും കണ്ടെത്താതെ നമ്മൾ നമ്മുടെ ജീവിത തിരക്കിൽ നമ്മൾ വളരെ സെൽഫിഷ് ആയിട്ടാണോ ജീവിക്കുന്നത് എന്ന ഒരു ആലോചന നമുക്കുണ്ടാകേണ്ടതുണ്ട്. ബന്ധങ്ങൾ പലപ്പോഴും വളരെ സങ്കടമായ, വളരെ സങ്കടം നിറഞ്ഞ, വളരെ തിരക്ക് നിറഞ്ഞ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ഏറെ സമാധാനം നൽകുന്നതാണ് ആദർശ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും. അങ്ങനെ തുടങ്ങുന്ന എല്ലാ ബന്ധങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമുക്ക് കൊണ്ടുവന്നു തന്നത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും വേണം. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് അതീവമായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അശ്രദ്ധയിലായിക്കൊണ്ടോ അതല്ലെങ്കിൽ മറന്നുകൊണ്ടോ പരസ്പരം ഒരു മുസ്ലിം പാലിക്കേണ്ട ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നമ്മൾ വിസ്മരിച്ചുകൂടാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സഹോദരനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഖുതുബയിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിനോട്, സഹോദരനോട് നമുക്ക് ബാധ്യതയുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് മറ്റൊരു മുസ്ലിമിനോട് കൃത്യമായ ബാധ്യതകളുണ്ട്. എന്നാൽ ആ ബാധ്യതകൾ വിസ്മരിച്ച് ആ ബാധ്യതകൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ പലപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടോ എന്ന ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽ മുസ്ലിമു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട് എന്നാണ്. ബാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ സഹോദരനായ മുസ്ലിമിനോട് 6 ബാധ്യതകൾ നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇദാ ലഖീതും ഫസല്ലിം അലൈഹി,
നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ നീ അവന് സലാം പറയണമെന്നാണ്. നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടാൻ ഇടവന്നു കഴിഞ്ഞാൽ അവനോട് നീ സലാം പറയണം. സലാം എന്നത് സ്നേഹത്തിന്റെ താക്കോലാണ്. ഒരാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് സലാം എന്നത്. ആ സലാമിലൂടെ നമ്മുടെ ജീവിതം ബറക്കത്ത് കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഐശ്വര്യം കൊണ്ടും നിറയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സലാം എന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഈമാനിന്റെ അടയാളമാണ് സലാം. അതിന്റെ അർത്ഥവും ആശയവും മഹത്വവും മനസ്സിലാക്കി നമ്മൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അത് ശുദ്ധമാകും, നമ്മുടെ ഹൃദയം അത് ശാന്തി അടയും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ, അതിന്റെ ആശയം തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ സമാധാനമാണ് അത് കേൾക്കുന്ന ഒരു മുഅ്മിനിന് ഉണ്ടാവുക. ഏത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകട്ടെ, അവനോട് നമ്മൾ സലാം പറയുമ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് അവനത് കേൾക്കുന്നത് എങ്കിൽ അവന്റെ ഹൃദയത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒറ്റയടിക്ക് ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. വറഹ്മത്തുള്ളാഹി, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. സ്വന്തം ഉമ്മയെക്കാളും അതീവമായ കാരുണ്യത്തിന്റെ ഉടമയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ റബ്ബിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. വബറകാതുഹു, കഴിഞ്ഞില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത് അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങളും കാരുണ്യവും സമാധാനവും നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന പ്രാർത്ഥനയുമായിട്ടാണ് നമ്മൾ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടേണ്ടത് എന്ന്. അതുകൊണ്ട് സലാം പറയുമ്പോൾ നമ്മൾ ആ ആശയം മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ആശയം മനസ്സിലാക്കി സലാം പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പലപ്പോഴും പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യണം, അത് ചെയ്യണ്ട എന്നിങ്ങനെയുള്ള ഒരുപാട് അഹ്കാമുകളാണ്, ഒരുപാട് മതവിധികളാണ് എന്ന് പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പിന്നിലെല്ലാം ഒരുപാട് ഹിക്മത്തുകളുണ്ട്, ഒരുപാട് നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിന് നമ്മൾ സലാം പറയണം എന്നാലോചിക്കുമ്പോൾ ആ സലാമിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, സലാമിന്റെ അർത്ഥം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സലാം പറയാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സലാം പറയാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സലാമിന്റെ ആശയം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി നമുക്ക് സലാം പറയാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന, നിങ്ങൾക്കിടയിൽ സ്നേഹത്തിന് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈമാൻ വേണം. ഈമാൻ വേണമെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. പരസ്പരം സ്നേഹം നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ സലാം വ്യാപിപ്പിക്കണം എന്നാണ്. ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സലാം പറയണം എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക, എത്ര ആളുകൾ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അഭിവാദ്യമായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവതരിപ്പിച്ച ആ അഭിവാദ്യം കൊണ്ട് എത്ര ആളുകൾ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ട് എന്ന ഒരു ആലോചന നമ്മൾ നടത്തണം. പലപ്പോഴും വീട്ടിലേക്ക് കയറുന്നത് തന്നെ കയർത്തുകൊണ്ട്, അതല്ലെങ്കിൽ ദുനിയാവിന്റെ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പല ആളുകളും വീട്ടിലേക്ക് പ്രവേശിക്കാറുള്ളത്. എന്നിട്ട് പറയാറുള്ളത് വീട്ടിൽ അനുഗ്രഹമില്ല, വീട്ടിൽ സമാധാനമില്ല, വീട്ടിലേക്ക് എത്തിയാൽ തന്നെ ടെൻഷനുകളാണ് എനിക്കുള്ളത് എന്ന് പറയുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഒന്നൊരു ടോണ് നമ്മളൊന്ന് മാറ്റി നോക്കണം. നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. അതിന്റെ ആശയവും അർത്ഥവും അറിഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. അതാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒന്നാമത്തെ സമാധാനത്തിന്റെ കവാടം എന്നത്, ഒന്നാമത്തെ സമാധാനത്തിന്റെ താക്കോൽ എന്നത് സലാം കൊണ്ട് ആരംഭിക്കുക.
ആ സമയത്ത് നമ്മുടെ സലാം കേൾക്കുന്ന നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയുമെല്ലാം സലാം മടക്കുമ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നിങ്ങൾക്കും അനുഗ്രഹവും കാരുണ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അതിന്റെ അർത്ഥം അത് വ്യാപകമായ അർത്ഥമാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് സലാമിന്റെ അർത്ഥം എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ലഖിയ അഹദുകും അഖാഹു ഫൽയുസല്ലിം അലൈഹി ഫഇൻ ഹാലത് ബൈനഹുമാ ഷജറത്തുൻ ഔ ജിദാറുൻ ഔ ഹജറുൻ ثم ലഖിയഹു ഫൽയുസല്ലിം അലൈഹി. ഒരാൾ സലാം പറഞ്ഞു, സലാം പറഞ്ഞതിന് ശേഷം അവന്റെ ഇടയിലും, അവൻ ആരോടാണോ സലാം പറഞ്ഞത് ആ വ്യക്തിയുടെ ഇടയിലും ഒരു മറ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും കാണുന്ന സന്ദർഭത്തിൽ അവന് വീണ്ടും സലാം പറഞ്ഞുകൊള്ളട്ടെ എന്ന്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സമാധാനത്തിന് പ്രോത്സാഹനം നൽകുന്ന, ആളുകൾക്കിടയിൽ സമാധാനം ഉണ്ടാകണം, ആളുകൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കണം എന്ന ആശയമാണ് ഇസ്ലാം എപ്പോഴും ഏറ്റവും കൂടുതലായി മുൻഗണന നൽകുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സലാം വ്യാപിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ഒന്ന് ആത്മഗതം ചെയ്തു നോക്കേണ്ട ഒരു അവസ്ഥാവിശേഷമുണ്ട്. നമ്മൾ ആരോടാണ് സലാം പറയാറുള്ളത്? നമ്മൾ നമുക്കറിയുന്ന, നമുക്ക് പരിചയമുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് മാത്രമാണ് ഇന്ന് പല ആളുകളും സലാം പറയുന്നത്. എല്ലാ ആളുകളോടും സലാം പറയുക എന്ന ഒരു സുന്നത്ത് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമുക്കറിയുന്ന ഒരാളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. എന്നാൽ അറിയാത്ത ഏതെങ്കിലും ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ സലാം പറയാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്തുത വിഷയത്തിൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നമ്മൾ ഏറെ പേടിയോട് കൂടിയിട്ടാണ് ആ ഹദീസ് വായിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ പ്രവർത്തനം ഏതാണ്, ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബി ഒന്നാമതായി പറയുന്നത് തുത്ഇമുത് തആം, ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തേത് വതഖറഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്കറിയുന്ന ആളുകളോടും അറിയാത്ത ആളുകളോടും സലാം പറയണമെന്നാണ്. അറിയുന്ന ആളുകളോടും അറിയാത്ത ആളുകളോടും സലാം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യുസല്ലിമ റജുലു അലർ റജുലി ലാ യുസല്ലിമു അലൈഹി ഇല്ലാ ലിൽ മഅരിഫ, അവൻ അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുക, അതല്ലാത്ത ആളുകൾക്ക് സലാം പറയാതിരിക്കുക എന്നത് ഖിയാമത്ത് നാളിന്റെ, അവസാന നാളിന്റെ, അന്ത്യദിനത്തിന്റെ അടയാളമാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ സലാം, ആ സലാമിന്റെ അവസ്ഥ ഏത് രൂപത്തിലാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അറിയുന്ന ആളുകളോട് മാത്രം സലാം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഏതൊരു മുസ്ലിമിനെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാളുകൾ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ, ബന്ധത്തിൽ ശിഥിലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഔലൻ നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം, അല്ലാഹുവിനോട് ഏറ്റവും അടുത്തുള്ള, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത മനുഷ്യൻ എന്നാൽ സലാം കൊണ്ട് തുടങ്ങിയവനാണ് എന്നാണ്. ബന്ധങ്ങൾ പലപ്പോഴും അതിൽ വിള്ളലുണ്ടാകും, മനുഷ്യനാണ്, സ്വാഭാവികമാണ്. എന്നാൽ ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തിന്റെ ബിംബത്തെ തച്ചുടച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ, വിനയത്തിന്റെ ഭാഷയിൽ തുടങ്ങാൻ നമുക്ക് സാധിക്കണം. അവൻ എന്നെ വെറുത്താലും, അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണം, എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കണം എന്ന ബോധ്യത്തോടുകൂടി സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കണം. ഏതു ബന്ധമാകട്ടെ, 10 വർഷവും 15 വർഷവും എല്ലാം നീണ്ടു നിൽക്കുന്ന, ഒരിക്കലും നമ്മൾ തിരിച്ചു വരില്ല, ഒരിക്കലും ശരിയാവുകയില്ല എന്ന് വിചാരിക്കുന്ന പല ബന്ധങ്ങളും ഒരു സലാം കൊണ്ട് അവസാനിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ സലാം പറഞ്ഞുകൊണ്ട് ആ ബന്ധത്തെ, തകർന്നുടഞ്ഞ, നമ്മൾ തച്ചുടച്ച ബന്ധത്തെ വീണ്ടും പുതുക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. സലാമിന് പ്രതിഫലമുണ്ട്, അതിന്റെ സന്ദേശം അത് വ്യാപകമായ അർത്ഥമുള്ള സന്ദേശമാണ്. എന്നാൽ അതിന്റെ പ്രതിഫലവും അതോടൊപ്പം അള്ളാഹു നമുക്ക് വെച്ചു തന്നിട്ടുണ്ട് എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലിനോട് പറയുന്നു, അസ്സലാമു
അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വഅലൈക്കുമുസ്സലാം എന്ന് മറുപടി പറയുന്നു. എന്നിട്ട് നബി പറഞ്ഞു കൊടുത്തു 10 കൂലിയാണ് അവന് ലഭിച്ചിട്ടുള്ളത്. വീണ്ടും വന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞു. റസൂൽ അതേപോലെ മറുപടി കൊടുത്തു എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 20 പ്രതിഫലം അവന് ലഭിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂൽ അതേപോലെ മറുപടി കൊടുത്തു. എന്നിട്ട് റസൂൽ പറഞ്ഞു 30 പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സലാം പറയുമ്പോൾ ഏറ്റവും നല്ല വാക്കാണ് നമ്മൾ പറയുന്നത് എന്നതോടൊപ്പം തന്നെ അതിന് അല്ലാഹു ഒരു പ്രതിഫലവും വെച്ചിട്ടുണ്ട് എന്ന്. അതാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തെ അറിയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ സലാം പറയുമ്പോൾ നമ്മൾ കൈ കൊടുക്കുന്ന ഒരു പ്രവണത അതും അന്യം നിന്ന് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പല ആളുകളും സലാം പറയുന്നു, എന്നാൽ കൈ കൊടുക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നത് മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. രണ്ടാളുകൾ കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരമാണോ അവർ ആ കൈപിടിക്കുന്നത് അത്രയും നേരം അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന. അതുകൊണ്ട് സലാം പറയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട ഒരു സുന്നത്താണ് നമ്മൾ കൈകൾ പരസ്പരം മുസാഫഹത്ത് ചെയ്യുക എന്നത്. പല ആളുകളും സലാം പറഞ്ഞു പോകും, കൈ കൊടുക്കാൻ എന്തോ മടിയാണ് പല ആളുകൾക്കും. ആ മടി നമ്മൾ മാറ്റിവെച്ച് നമുക്ക് എങ്ങനെയാണോ സാധിക്കുക, എത്ര സമയമാണോ സാധിക്കുക, അങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് കൈയും കൊടുത്ത് നമ്മുടെ പാപങ്ങളെല്ലാം അതിലൂടെ മായ്ക്കപ്പെട്ട് ഏറ്റവും നല്ല സന്ദേശം ഒരാൾക്ക് നൽകി നമ്മൾ മടങ്ങുമ്പോൾ അതിനൊരു സമാധാനം നമ്മുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുതരും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ചില ആളുകളുടെ ചാറ്റിങ്ങുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും തുടങ്ങാറുള്ളത് ഗുഡ് മോർണിംഗുകൾ കൊണ്ടും ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ടും ഹായ് ഹലോ എന്നിങ്ങനെയുള്ള വർത്താനങ്ങൾ കൊണ്ടാണ് പല ആളുകളും അവരുടെ സംസാരം ആരംഭിക്കാറുള്ളത്. എന്നാൽ നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു മുസ്ലിമിന് അത് യോജിച്ച അഭിവാദ്യമല്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. ഒരു മുസ്ലിം തുടങ്ങേണ്ടത് സലാം കൊണ്ടാണ്. നമ്മുടെ ഐഡന്റിറ്റി എന്നത് സലാമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ബുദ്ധിപരമായി ഒന്ന് ആലോചിച്ചാൽ, ഒരു രോഗിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് നമുക്ക് എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ സാധിക്കുക? എങ്ങനെയാണ് ഗുഡ് ഈവനിങ് എന്ന് പറയാൻ സാധിക്കുക? എന്നാൽ ഏത് മരണക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, അവനോട് നമുക്ക് സലാം പറയാൻ സാധിക്കും. ആ സലാം കേട്ടാൽ അവനൊരു സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് ആ അഭിവാദ്യത്തിൽ, സ്വർഗത്തിൽ നമ്മൾ കേൾക്കാനിടയുള്ള ആ അഭിവാദ്യത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്, സലാം കൊണ്ട് ആരംഭിക്കേണ്ടവരാണ് എന്ന ഒരു പ്രവണതയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. എന്നാൽ ചില ആളുകളെങ്കിലും അവർ വലിയ പദവിയിലെത്തിയാൽ, ഉന്നതമായ സ്ഥാനത്തിലെത്തിയാൽ പിന്നെ സലാമൊന്നുമില്ല. പിന്നെ അവർക്ക് തോന്നിയ രൂപത്തിൽ ഇങ്ങനെ സംസാരം ആരംഭിക്കും. സലാം പറയുന്ന ഒരു പ്രവണത ചില ആളുകളിൽ നിന്ന് അന്യം നിന്ന് പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര തന്നെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിയാലും സലാം കൊണ്ട് ആരംഭിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്ത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ ആദ്യമായി ആരംഭിക്കേണ്ടത് സലാം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ വ്യാപിപ്പിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത യിൽപ്പെട്ട രണ്ടാമത്തെ വിഷയമാണ് വഇദാ ദആക ഫഅജിബ്ഹു. നിന്നെ വല്ലതിനും ക്ഷണിച്ചു കഴിഞ്ഞാൽ നീ ഉത്തരം നൽകണം എന്നാണ്. നമ്മളെ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നമ്മൾ ഉത്തരം നൽകണം. എന്തെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം നൽകണം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കണിശമായി പറഞ്ഞ വിഷയമാണ് കല്യാണത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ കല്യാണത്തിന് നമ്മൾ ഉത്തരം പറയണമെന്ന്. അവിടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കല്യാണത്തിന് ക്ഷണിക്കുകയും ആ കല്യാണത്തിന് അവന് പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് അസല്ലാ, അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു എന്നാണ്. അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കല്യാണത്തിനുള്ള ക്ഷണം, ആ ക്ഷണത്തിന് നമ്മൾ പോകുക എന്നത് നിർബന്ധമാണ് എന്നാണ്, വാജിബാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ രൂപത്തിലാണ് ആ വിഷയത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുള്ളത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മറ്റുള്ള വിഷയങ്ങൾ, മറ്റുള്ള ഫംഗ്ഷനുകൾക്കെല്ലാം നമ്മെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുക എന്നത് സുന്നത്താണ്. അതല്ലാത്ത കല്യാണവുമായി ബന്ധപ്പെട്ട കല്യാണമാണ് ഫംഗ്ഷൻ എങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് എന്ന്. ഇനി നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പിന്മാറാമല്ലാതെ, അതല്ലാതെ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്ന്.
കാരണം അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉൽഫത്തുണ്ടാക്കുന്ന, ഇണക്കമുണ്ടാക്കുന്ന വലിയ ഒരു വിഷയമായതുകൊണ്ടാണ് ആ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് അവിടെയുള്ള വരനെ കണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്. അവനും നമ്മളും തമ്മിലുള്ള സാഹോദര്യത്തിൽ ഒരു വർധനമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം അത് നിർബന്ധമാക്കിയത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എന്നാൽ ചില ആളുകളെങ്കിലും ക്ഷണിച്ചാൽ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഏത് ക്ഷണിച്ചാലും, ഏത് കാര്യത്തിന് ക്ഷണിച്ചാലും സ്വീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ബിദ്അത്തിന്റെ ഒരുപാട് ഫംഗ്ഷനുകൾ, ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനുകൾ നടക്കാറുണ്ട്. റസൂൽ പഠിപ്പിക്കാത്ത, റസൂൽ ഒരിക്കലും കാണിച്ചു തരാത്ത രൂപത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ ആ പരിപാടിയിലും പോയി അവിടെയും പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഹൗലുൽ കൗസർ അവർക്ക് തടയപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷണിക്കപ്പെടുമ്പോൾ ഏത് കാര്യത്തിനാണ് നമ്മൾ ക്ഷണിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് ദീനീപരമാണ് എങ്കിൽ നമ്മൾ ആലോചിക്കണം, അത് റസൂൽ പഠിപ്പിച്ചതാണോ, അത് അള്ളാഹു പഠിപ്പിച്ചതാണോ എന്നാലോചിച്ച്, എന്ന് മനസ്സിലാക്കി, എന്ന് പഠിച്ച് മാത്രം അതിൽ പങ്കെടുത്താൽ മതി. അതല്ലാതെ ബിദ്അത്ത്പരമായ ഒരുപാട് കാര്യങ്ങൾക്ക് പങ്കെടുത്ത് അവിടെയുള്ള ഭക്ഷണമെല്ലാം കഴിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാത്ത അപകടമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുക. അതുകൊണ്ട് തന്നെ ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ പലപ്പോഴും ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാറുള്ളത്? ഏറ്റവും നല്ല ഭക്ഷണം എവിടെയാണോ ആ ഭക്ഷണം തേടിക്കൊണ്ട് അവിടേക്കാണ് പല ആളുകളും പോകാറുള്ളത്. രണ്ട് സഹോദരന്മാർ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് സഹോദരന്മാരിൽ ഏറ്റവും നല്ല ഭക്ഷണം എവിടെയാണോ ലഭിക്കുക അവിടെ പോകുന്ന ഒരവസ്ഥ പല മുസ്ലിം സഹോദരന്മാർക്കുമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അത്ര നല്ല ഭക്ഷണം ഉണ്ടാകൂല, എന്നാൽ ഇവിടെയാണെങ്കിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാകും. അങ്ങനെ ഭക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട്, ഭക്ഷണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാമിന്റെ സാഹോദര്യത്തെ അളക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാളുകൾ ക്ഷണിച്ചാൽ ആരാണോ ആദ്യമായി നമ്മെ ക്ഷണിക്കുന്നത് അദ്ദേഹത്തിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു താക്കീത് നൽകുന്നത് ശർറു ത്വആമി ത്വആമുൽ വലീമ, ഏറ്റവും മോശമായ ഭക്ഷണം അത് കല്യാണത്തിന് വിളമ്പുന്ന ഭക്ഷണമാണ്. എങ്ങനെയുള്ള ഭക്ഷണമാണത്? യുദ്ആ ലഹൽ അഗ്നിയ, പണക്കാര് മാത്രമാണ് ആ കല്യാണത്തിന് വിളിക്കപ്പെടുന്നത്. വയുത്രകുൽ ഫുഖറാ, ഫക്കീറന്മാര്, പാവപ്പെട്ട ആളുകൾ, അവരെ ആ കല്യാണത്തിന് ക്ഷണിക്കുന്നില്ല. അത്തരം കല്യാണങ്ങൾക്ക്, അത്തരം വിവാഹങ്ങൾക്ക് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തരം വിവാഹത്തിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ഭക്ഷണമാണ് എന്ന്. അതുകൊണ്ട് കല്യാണം, വിവാഹമെല്ലാം നടത്തുന്ന ആളുകൾ ഫക്കീറന്മാരെയും പാവപ്പെട്ടവരെയും പണക്കാരെയും എല്ലാ ആളുകളെയും ഒരുപോലെ വിളിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഏറ്റവും മോശമായ ഭക്ഷണമായിരിക്കും നമ്മൾ അവിടെ വിളമ്പുക എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അമിതമായ പ്രാധാന്യം, ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുക, എപ്പോഴും ഇങ്ങനെ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ ഭക്ഷണത്തിന്റെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നത് സലഫുകൾ, മുൻഗാമികളായ ആളുകൾ വെറുത്തിരുന്നു എന്നാണ്. അവർ വെറുത്ത ഒരു വിഷയമാണ് ഭക്ഷണത്തെ കുറിച്ച് അമിതമായി സംസാരിക്കുക എന്നത്. എന്നാൽ ഇന്ന് ഭക്ഷണം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ആ ട്രെൻഡിന്റെ കാലത്ത് കൃത്യമായി ആ ട്രെൻഡിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ട്രെൻഡുകളുടെ പിന്നിൽ പോകേണ്ട ആളുകളല്ല നമ്മൾ, മറിച്ച് ആ ട്രെൻഡുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകേണ്ടവരാണ് ഓരോ മുസ്ലിമീങ്ങളും. നരകക്കാർ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാരണമുണ്ട്, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു, ആ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു പോയി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ വിഷയത്തിലും അതിലും നമുക്ക് ഇസ്റാഫില്ലാതെ, പരിധി വിടാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമത്തേത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പാലിക്കേണ്ട മൂന്നാമത്തെ മര്യാദ, ഇദസ്തൻസഹക ഫൻസഹ് ലഹു, നമ്മോട് ഉപദേശം തേടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപദേശം കൊടുക്കണം. ഒരു മുസ്ലിമായ വ്യക്തി വന്നിട്ട് എനിക്ക് ഉപദേശം നൽകണം, എനിക്ക് ഇന്ന സംശയങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംശയം നമുക്ക് ദൂരീകരിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നാണ്. പല ആളുകളും മാത്സര്യ ബുദ്ധിയുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരൻ അല്ലെങ്കിൽ എന്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കരുത്, അവന്റെ ഭാവി ജീവിതത്തിൽ ഒരിക്കലും വിജയത്തിലേക്ക് എത്താൻ പാടില്ല എന്നിങ്ങനെ വളരെ മാത്സര്യത്തോടുകൂടി ജീവിതത്തെ കാണുന്ന ആളുകളുണ്ട്.
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നന്മ എത്ര കണ്ട് പറഞ്ഞു കൊടുക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അതുകൊണ്ട് നന്മകൾ പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ഒരാൾ നമ്മൾ കാരണത്താൽ ജീവിതത്തിൽ അവർക്ക് വെളിച്ചം കിട്ടുന്നുണ്ട് എങ്കിൽ അത് കിട്ടിക്കൊള്ളട്ടെ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിലൂടെ നമുക്ക് ഖൈറല്ലാതെ യാതൊരു ശർറും ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് ഖൈറുകൾ ഉള്ളത്, നന്മകൾ ഉള്ളത്. അവന്റെ കയ്യിലാണ് തിന്മകൾ ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മയെയും കൊണ്ടുവരാൻ സാധിക്കുകയില്ല, ഒരു നന്മയെയും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആളുകൾക്ക് നന്മ പ്രചരിപ്പിക്കുന്ന, നന്മ പറഞ്ഞു കൊടുക്കുന്ന, നന്മക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണം. ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിൽ തിന്മ കാണാൻ നമ്മൾ ആഗ്രഹിക്കരുത്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കുറിച്ച് മോശമായ ഒരു വാർത്ത നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അതിൽ പല ആളുകളും സന്തോഷമാണ് അവർക്കുണ്ടാകാറുള്ളത് എന്ന്. സ്വന്തം മുസ്ലിമായ സഹോദരൻ ഒരു തിന്മയിൽ പെട്ടു എന്നറിഞ്ഞുകൊണ്ട് നാടുനീളെ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ അത് കണ്ടുകൊണ്ട് നമ്മൾ ചിരിക്കുന്നുണ്ട് എങ്കിൽ, അത് കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനിന്റെ വിഷയത്തിൽ വളരെ താഴെ തട്ടിലാണ് നമ്മൾ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നല്ല ജീവിതത്തിൽ ജീവിച്ചു കൊണ്ടുപോയ ഒരു മുസ്ലിം, ഇസ്തിഖാമത്തോടുകൂടി ദീനിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മുസ്ലിം, അവൻ കള്ളുകൂടി ആരംഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വേദനിച്ചു എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനപ്രയാസമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതാൻ, ആ വ്യക്തിക്ക് നീ പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയെന്നാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ സഹോദരന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുന്നതിന് പകരം സങ്കടപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനായിരുന്നു അവന്റെ സ്ഥാനത്ത് എങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന ഒരു ആലോചനയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് തിന്മകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു തിന്മയിൽ ഏതെങ്കിലും ഒരു സഹോദരൻ പെട്ടുകഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്തേണ്ടതിന് പകരം അവനെ കുത്തുവാക്ക് പറഞ്ഞ് അവൻ ആളുകൾക്കിടയിൽ മോശമാക്കി വഷളാക്കി അവസാനം ഇസ്ലാമും വിട്ട് കുഫറിലേക്ക് എത്തുന്ന, നിരീശ്വരവാദത്തിലേക്ക് എത്തുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനൊരിക്കലും കാരണക്കാരായി തീരരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സലഫുകൾ പറയാറുള്ളത്, മുൻഗാമികൾ പറയാറുള്ളത്, നിന്റെ സഹോദരനെതിരെ നീ ഒരിക്കലും നിന്റെ ഒരു വാക്കുകൊണ്ടെങ്കിൽ പോലും അവനെ സഹായിക്കുന്ന, അവനെ അവിശ്വാസത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉപദേശിക്കണം. ഉപദേശിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അൽ മുഅ്മിനു യസ്തുറു വയൻസഹ്. മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉപദേശിക്കും. അവൻ ആളുകളുടെ തെറ്റ് മറച്ചു പിടിക്കുന്നവനാണ് മുഅ്മിൻ. ഉപദേശിക്കുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ ഉപദേശിക്കുകയില്ല, മറിച്ച് രഹസ്യമായിട്ടായിരിക്കും അവൻ ഉപദേശിക്കുക. വൽ ഫാജിറു യഹ്തികു വയുഅയ്യർ. എന്നാൽ ഒരു തെമ്മാടിയായ മനുഷ്യൻ എന്നാൽ അവൻ ആളുകൾക്കിടയിൽ അവനെ ഉപദേശിക്കും, അവനെ മോശമാക്കും, അവനെ വഷളാക്കും എന്നാണ് മുൻഗാമികളായ ആളുകൾ പറയാറുണ്ടായിരുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കഅബയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ കഅബക്ക് എത്ര പ്രാധാന്യമുണ്ട്? ആ സമയത്ത് പറയും, യാതൊരു സംശയവുമില്ല, ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ കഅബക്ക് തന്നെയാണ് എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയും. എന്നിട്ട് അവസാനം പറയുന്നത്, ഈ കഅബയെക്കാളും, ഈ കഅബ തകർക്കപ്പെടുന്നതിനേക്കാളും എത്രയോ ഉന്നതമായ പ്രാധാന്യം ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിനുണ്ട് എന്ന്. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ തൊട്ടുകളിക്കുന്ന യാതൊരു പ്രവർത്തനവും നമ്മൾ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞു വന്നത്. നാലാമത്തെ വിഷയം, വഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മതഹു. ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അല്ലാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് നമ്മൾ ഉറക്കെ പറയണമെന്നാണ്. ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ തൊട്ടടുത്തുള്ള സഹോദരന് യർഹമുക്കുല്ലാ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് സഹോദരന്മാരിയ്ക്കുകയും അതിൽ ഒരു സഹോദരൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, നബി യർഹമുക്കുല്ലാ എന്നും പറഞ്ഞു. എന്നാൽ മറ്റേ സഹോദരനും തുമ്മി, അദ്ദേഹം അൽഹംദുലില്ലാ പറഞ്ഞു, റസൂൽ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. സ്വാഭാവികമായും സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്. ആ സഹാബി ചോദിച്ചു, അല്ല എന്തേ റസൂലേ, ഞാൻ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് യർഹമുക്കുല്ലാ എന്ന് പറഞ്ഞില്ല?
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, ഞാൻ കേട്ടിട്ടില്ല, നീ ഉറക്കെ പറയണമെന്ന. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിലാണ് പറയേണ്ടത്. യർഹമക്കുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾ യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലക്കും എന്ന പ്രാർത്ഥന കൂടി ഉരുവിടേണ്ടതുണ്ട്. ഈ പറയുന്ന സുന്നത്തുകളെല്ലാം ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് തുമ്മുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു നേരത്തേക്ക്, ഒരു നിമിഷത്തേക്ക് ബ്ലോക്ക് ആകുന്ന എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ഒരു നിമിഷത്തേക്ക്, ഒരു മില്ലി സെക്കൻഡ് നിമിഷത്തേക്ക് അവിടെ ബാക്കിയാകും. അവിടെ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തേതായി ഒരു മുസ്ലിം പരസ്പരം മറ്റൊരു മുസ്ലിമിനോട് ഉണ്ടാകേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് വഇദാ മരിള ഫഉദുഹു, രോഗിയായാൽ സന്ദർശിക്കണം. പള്ളിയിലേക്ക് എപ്പോഴും വരുന്ന, എപ്പോഴും നമ്മൾ പള്ളിയിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ കാണാറുള്ള വ്യക്തിയാണ്. എന്നാൽ പെട്ടെന്ന് 1, 2, 3 ദിവസം കാണാതായി കഴിഞ്ഞാൽ, അദ്ദേഹത്തെ കാണാനിടയായിട്ടില്ല എങ്കിൽ ചോദിച്ചറിയണം എന്താണ് പറ്റിയത്. എപ്പോഴും കാണാറുണ്ടല്ലോ, അങ്ങനെ ചോദിച്ചറിയുന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന്, നമ്മുടെ മേൽ ബാധ്യതയായതാണ്. അതല്ലാതെ നമ്മൾ എങ്ങനെ ആലോചിക്കേണ്ടതല്ല. ചില ആളുകൾ അദ്ദേഹം ഏതോ ഒരു മനുഷ്യനാണ്, ഞാനുമായി യാതൊരു ബന്ധവുമില്ല എന്നല്ല ആലോചിക്കേണ്ടത്. മറിച്ച് നമ്മൾ ഒരു മുസ്ലിം ആകുമ്പോൾ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ രോഗത്തിൽ പങ്കാളിയാകാൻ, അവന്റെ രോഗത്തിൽ അവനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യബ്ന ആദം, ഓ ആദമിന്റെ മക്കളെ, മരിൽതു ഫലം തഊദിനി, ഞാൻ രോഗിയായി എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹ് പറയാണ്, എനിക്ക് രോഗം ബാധിച്ചു, ഫലം തഊദിനി, നിങ്ങൾ എന്നെ സന്ദർശിച്ചിട്ടില്ല. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, നീ ലോകരുടെ രക്ഷിതാവല്ലേ, നിന്നെ എങ്ങനെയാണ് ഞാൻ സന്ദർശിക്കാൻ വരിക? ആ സമയത്ത് അല്ലാഹു പറയാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരില ഫലം തഊദുഹു, എന്റെ ഒരു അടിമ അവന് രോഗം ബാധിച്ചിരുന്നു, ആ സമയത്ത് നീ അവനെ സന്ദർശിച്ചിട്ടില്ല. അമാ അലിംത അന്നക ലൗ ഉദ്ദഹു ലവജദ്തനി ഇൻദഹു, നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവന്റെ അടുക്കൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന്. ഇവിടെ അള്ളാഹു പറയുന്നത്, രോഗിയായി കഴിഞ്ഞാൽ രോഗിയുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക എന്ന്. രോഗിയുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. അള്ളാഹു പറയുന്നത്, എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് രോഗ സന്ദർശനം, നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വാഹനവും തിരിച്ചെടുത്തുകൊണ്ട് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിച്ച് അവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര ആളുകൾക്ക് രോഗ സന്ദർശനം നടത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമേ ആ പ്രാർത്ഥന അറിയുള്ളൂ. അതുകൊണ്ട് ഇത് സുന്നത്തിൽപ്പെട്ടതാണ്, നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ബാധ്യത നിറവേറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ ആദ മരീലൻ ലം യസൽ ഫീ ഖുസ്വത്തിൽ ജന്ന, ആരെങ്കിലും ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ അവൻ സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് എന്ന്. ആ സമയം വരേക്കും അവൻ സ്വർഗത്തിന്റെ പൂന്തോപ്പിലായിരിക്കും അവൻ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് രോഗ സന്ദർശനത്തിന്റെ വിഷയത്തിലും നമ്മളൊരു ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ചും കുടുംബക്കാരാണെങ്കിൽ എന്തായാലും നമ്മുടെ മേൽ ബാധ്യത വർദ്ധിക്കും. സുഹൃത്താണെങ്കിൽ അതിനനുസരിച്ച് ബാധ്യത വർദ്ധിക്കും. ആദർശ ബന്ധമുള്ള സഹോദരനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബാധ്യത നമുക്കുണ്ടാകും. അതുകൊണ്ട് രോഗമുണ്ടായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഒരു പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പോരാ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അവിടെ പോയി, അവിടെ ചെന്ന്, അവിടെ ഇരുന്ന് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു പോരാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള സുന്നത്തുകളെല്ലാം ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരു സമാധാനം നമുക്ക് ലഭിക്കും, ജീവിതത്തിൽ ഒരു സന്തോഷം നമുക്ക് ലഭിക്കും. അതല്ലാതെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് മാത്രം ആലോചിച്ച്, നമ്മുടെ പ്രശ്നത്തെ കുറിച്ച് മാത്രം ആലോചിച്ച് നമ്മിൽ മാത്രം ഒതുങ്ങി ജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷം ഒരിക്കലും അവർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. അതുകൊണ്ട് സന്തോഷമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന സുന്നത്തുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാസയെ അനുഗമിക്കലാണ്. ജനാസയുടെ കൂടെ നമുക്ക് നിൽക്കാൻ സാധിക്കണം. ഒരു സഹോദരൻ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞാൽ ആ സഹോദരനെ പല ആളുകളും ചെയ്യാറുള്ളത് കാണാൻ വേണ്ടി തിടുക്കം കൂട്ടാറുണ്ട്. കാണാൻ വേണ്ടി വലിയ നിരയായിരിക്കും ഉണ്ടാവുക, എന്നാൽ കണ്ടു കഴിഞ്ഞാലോ നിസ്കരിക്കുകയില്ല. അവൻ മറമാടുന്ന സമയത്ത് അവന്റെ കൂടെ ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ് പല ആളുകളും ജനാസയെ അനുഗമിക്കുക എന്നതിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ജനാസയെ കാണുക എന്നതിന് യാതൊരു പുണ്യവുമില്ല എന്ന്.
ജനാസയെ കാണുക എന്നതിന് യാതൊരു പുണ്യവുമില്ല. മറിച്ച് പുണ്യമേതിനാണ്? അതിന്റെ കൂടെ നമ്മൾ നടക്കണം, പള്ളിയിൽ ചെന്ന് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അത് മറമാടുന്ന ആ സമയം വരെ അവിടെ നിന്നുകൊണ്ട് ആ മയ്യത്തിന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവർക്ക് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഉഹദ് മലയോളം പ്രതിഫലമാണ് അവർക്കുള്ളത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ നമ്മൾ മയ്യത്തിനെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും അനുഗമിക്കാറുള്ളത്, എന്റെ ഉപ്പ മരിച്ച സമയത്ത് അവൻ വന്നിരുന്നു, അതുകൊണ്ട് ഞാനും പോകണമല്ലോ എന്നാണ് ആലോചിക്കാറുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊരു സുന്നത്താണ് നമ്മൾ അതിന്റെ പിന്നിൽ നമ്മൾ ലക്ഷ്യമായി കാണുന്നത് എന്നാണ്. അവൻ സന്ദർശിച്ചതുകൊണ്ട് ഞാൻ സന്ദർശിക്കണം എന്നാണോ നമ്മൾ ആലോചിക്കേണ്ടത്? ഒരിക്കലുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ ബാധ്യതയാണ്, എന്റെ സഹോദരനാണ് മരണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ജനാസയെ അനുഗമിക്കണം. അവൻ എന്റെ ഉപ്പാന്റെ ജനാസയിലേക്ക് പങ്കെടുത്താലും ശരി, പങ്കെടുത്തില്ലെങ്കിലും ശരി. ചില ആളുകൾ എല്ലാ മയ്യത്ത് നിസ്കാരത്തിനും പോകാറുള്ളത് അവനും എന്റെ മയ്യത്ത് നിസ്കാരത്തിന് വരണം എന്ന് ആലോചിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശം അത് മോശമായിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ഒരാളുടെ ജനാസയെ അനുഗമിക്കേണ്ടത്, റബ്ബേ നിന്റെ തൃപ്തി കിട്ടണം, നിന്റെ പ്രതിഫലം കിട്ടണം, നീ പറഞ്ഞതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ മേലുള്ള ബാധ്യതയാണെന്ന് നീ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ആ ഒരു സുന്നത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് അള്ളാഹു ആളുകളെ കൊണ്ടുവരും, യാതൊരു സംശയവുമില്ല എന്ന തിരിച്ചറിവോടുകൂടി ആത്മാർത്ഥമായി സുന്നത്തുകൾ ജീവിതത്തിൽ പുലർത്താൻ പരിശ്രമിക്കണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രയാസങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ 6 ബാധ്യതകൾക്ക് ഏറെ സമാധാനമേകാൻ സാധിക്കും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ബാധ്യതകൾ നമ്മൾ പരസ്പരം ശ്രദ്ധിക്കുക, പരസ്പരം നമ്മൾ ഈ ബാധ്യതകൾ നിറവേറ്റാൻ പരിശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുർ റൂമിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു വലിയൊരു അടിസ്ഥാനം മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ നിന്റെ മുഖം അള്ളാഹുവിലേക്ക് തിരിക്കണം. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ, അള്ളാഹു ഏതൊരു പ്രകൃതിയിലാണോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഫിത്രത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ലാ തബ്ദീല ലിഖൽഖില്ലാ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ ഒരിക്കലും മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കരുത് എന്ന്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ പ്രകൃതിയിൽ നിന്ന് മനുഷ്യന്മാരെ നിങ്ങൾ ഒരിക്കലും മാറ്റാൻ പരിശ്രമിക്കരുത് എന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ദുരാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വളരെ മ്ലേച്ഛവത്തായ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം നല്ലതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ത്രീ പുരുഷവേഷം ധരിക്കുകയും പുരുഷൻ സ്ത്രീവേഷം ധരിക്കുകയും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആണത്തത്തോടുകൂടി പെരുമാറുകയും പുരുഷൻ സ്ത്രീകളെ പോലെ പെരുമാറുകയും, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയോടാണ് ആകർഷണീയത ഉണ്ടാകേണ്ടത് എങ്കിൽ അതിൽ നിന്ന് വിപരീതമായി സ്ത്രീക്ക് സ്ത്രീയോട് ആകർഷണീയത ഉണ്ടാകുന്നു, പുരുഷന് പുരുഷനോട് ആകർഷണീയത ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടായാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ അത്തരം ആളുകൾ മുന്നോട്ട് വരികയും അതൊക്കെ വലിയ പ്രതാപമായി കാണുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ക്ഷണിക്കുന്നത് ഫിത്രത്തിലേക്കാണ്. ഒരു മനുഷ്യൻ അവൻ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ സൃഷ്ടിക്കപ്പെട്ട അതേ ആശയത്തിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ആ ഫിത്രത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനാണ് സ്ത്രീയെ കൃത്യമായി ആ സ്ത്രീക്ക് ലഭിക്കേണ്ട സ്നേഹവും സന്തോഷവും ആ സ്ത്രീക്ക് ലഭിക്കേണ്ട സംരക്ഷണവും എല്ലാം ഏർപ്പെടുത്തേണ്ടത് ഒരു പുരുഷനാണ്. എന്നാൽ ആ റോളിൽ നിന്ന് ഇന്ന് പുരുഷൻ മാറി സ്ത്രീ ആ ഒരു റോളിലേക്ക് കയറിയിരിക്കുന്ന അവസ്ഥയാണ് പാശ്ചാത്യരായ ആളുകളുടെ ആദർശം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതകൾ അവർ നിറവേറ്റേണ്ടതുണ്ട്. ഒരുപാട് പുരുഷന്മാർ അലസരായി, ഒരുപാട് യുവാക്കൾ അലസരായി
ജോലി, ആ ജോലിക്ക് പിന്നിൽ പോകാതെ അതിന് യാതൊരു പണിയും എടുക്കാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് യാതൊന്നും പരിശ്രമിക്കാതെ കാലത്തെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ റീൽസും കണ്ട് അങ്ങനെ ജീവിതം തീർക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവിടെ യുവാക്കളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പൗരുഷത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നത് എന്ന്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടേതായ റോളുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് അവരും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹയാ എന്നത്, നാണമെന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് ഹയാ ഉള്ള, നാണമുള്ള സ്ത്രീകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മഷിയിട്ടാൽ പോലും കാണാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ സ്ത്രീകളായ നമ്മുടെ മക്കളെ കൃത്യമായ ഇസ്ലാമിന്റെ തർബിയത്തോടുകൂടി അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊന്നും എന്റെ വീട്ടിൽ ഇതൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ വിചാരിക്കുന്ന വലിയ ആളുകളുണ്ട്. അവർ ആലോചിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ കൈകളിലല്ല ഇത്, നമ്മുടെ കൈകളിൽ താങ്ങുകയില്ല ഇത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം സ്ക്രീനിന്റെ അരണ്ട വെളിച്ചത്തിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കോപ്രായങ്ങളാണ്, ഈ പറയുന്ന ആഭാസത്തരങ്ങളാണ്. അവർ ഇതിലാണ് 10-14 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ പറയുന്ന സംഭവങ്ങളാണ്. എന്നിട്ടും അവർ ഈ രൂപത്തിൽ ചിന്തിക്കേണ്ടതില്ല എന്ന് നമ്മൾ വാശി പിടിച്ചതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. മറിച്ച് കൃത്യമായ പേരന്റിങ് ഓരോ മാതാപിതാക്കൾക്കും നൽകാൻ സാധിക്കണം. കൃത്യമായ പേരന്റിങ് നൽകാൻ സാധിക്കണം. ഒരു കുട്ടിക്ക് ജനനം നൽകി എന്നതുകൊണ്ട് ഒരാളും പിതാവാവുകയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. മറിച്ച് ബാധ്യതകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസാമാസം പണം അയച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു എന്നതുകൊണ്ട് ആരും പിതാവാവുകയില്ല. മറിച്ച് അവർക്ക് കൊടുക്കേണ്ട സ്നേഹം, അവർക്ക് കൊടുക്കേണ്ട സംരക്ഷണം, അവർക്ക് കൊടുക്കേണ്ട സമയം, ഇതെല്ലാം നമ്മൾ കൃത്യമായി കൊടുക്കാറുണ്ടോ എന്ന ഒരു ആലോചന നമുക്കുണ്ടാകണം. അങ്ങനെ കൃത്യമായി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവർ ഭാവി ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും വിരൽ കടിക്കേണ്ടി വരികയില്ല. അതല്ല എങ്കിൽ നമ്മൾ വിരൽ കടിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നിത്യവും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ വേണ്ടി, ഏറ്റവും നല്ല സ്വാലിഹായ മക്കളാക്കാൻ വേണ്ടി നമ്മൾ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകന്മാർ അഖിലവും പ്രാർത്ഥിച്ച പ്രാർത്ഥന. എന്നാൽ എവിടെയാണ് നമ്മൾ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുള്ളത്? അതുകൊണ്ട് ഓരോ നിസ്കാരത്തിന്റെ വേളയിലും ആ പ്രാർത്ഥനകൾ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട വളരെ ഫിത്ന നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്രത്തിലൂടെ തന്നെ ഏതൊരു പ്രകൃതിയിലാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഒരു സൃഷ്ടിപ്പിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.